ഇതാണ് പഠനത്തെയും പാട്ടിനെയും വേർതിരിക്കുന്ന റോപ്പ്, മാജിക് റോപ്പ്. പറഞ്ഞുതരാം എങ്ങനെയാണല്ലോ. ഇങ്ങോട്ട് വാ മോള്. അപ്പൊ ആദ്യം മോള് ഈ റോപ്പ് കയ്യിൽ പിടിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോണത് ഈ ബോട്ടിലിനകത്തേക്ക്, കാരണം നമുക്ക് മിക്സ് ചെയ്യണമല്ലോ അല്ലേ, ഈ ചോർപ്പില് പാലൊഴിക്കുന്നു. നമ്മയ്ക്ക് അറിയുന്നുണ്ടാവും എങ്ങനെയാണ് പാലും വെള്ളവും മിക്സ് ചെയ്യാന്നുള്ളത്. വെള്ളം ഒഴിക്കുന്നു. അപ്പൊ പാലെന്നുള്ളത് പാട്ടായിട്ട് കണക്കാക്കുക. അന്ന് ചേച്ചി പറഞ്ഞില്ലേ, സുധാ ചേച്ചി പറഞ്ഞില്ലേ, പ്യുവർ വൈറ്റ്. ഇത് പഠനം, എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ. ഓക്കെ, മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്കിള് ഇതുകൊണ്ട് അടച്ചിവിടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇപ്പൊ ഈ ഗ്ലാസ്സിനകത്ത് എംറ്റി ആണ് അല്ലേ, ഈ ഗ്ലാസും എംറ്റി ആണ്. ഞങ്ങള് ഈ ഒരു പാത്രം കൊണ്ട് ഇതിനെ അടച്ചു വെച്ചു, ഈ ഒരു പാത്രം കൊണ്ട് ഇതിനെ അടച്ചു വെച്ചു. ഇതാണ് അങ്കിൾ പറഞ്ഞ റോപ്പ് എന്ന് പറയുന്നത്, മാജിക് റോപ്പ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാലിനെയും വെള്ളത്തിനെയും നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. സാധാരണ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിനെങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അപ്പോൾ അങ്കിൾ ഇതിനെ തൽക്കാലം ഈ റോപ്പിനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ ഭാഗം എടുത്തതിന് ശേഷം ഇതിന്റെ മേളിൽ കെട്ടി ഇതിനിവിടെ സ്റ്റിക്ക് ചെയ്തു. കണ്ടോ? ഇനി ഇവിടെയാണ് പാലിരിക്കുന്നത്, ഈ ബോട്ടിലിനകത്ത് അല്ലേ. ഇത് രണ്ടും എംറ്റി ഗ്ലാസ്സസ് ആണ്. ഇതിനെ ഇങ്ങനെ ചുറ്റി. ഇനി ഇതിനുള്ളൊരു മന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാറുകോ മാറുകോ മാറുകൈ, അതല്ലേ മന്ത്രം, ഓളുടെ മന്ത്രം അല്ലേ. അപ്പൊ മാറുകോ മാറുകോ മാറുകൈ എന്ന് പറഞ്ഞാല് ഈ പാലും വെള്ളവും ഈ റോപ്പിലൂടെ അങ്ങോട്ടൊന്നും പോവും ഇങ്ങോട്ടൊന്നും പോവും. കുറയുന്ന കണ്ടോ? കണ്ടോ? അപ്പൊ ഈ റോപ്പിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പാലിനെയും വെള്ളത്തിനെയും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും. അപ്പൊ അതുപോലെയാണ് പഠനവും പാട്ടും കൂട്ടിക്കുഴച്ചു കഴിഞ്ഞാൽ രണ്ടും കൺഫ്യൂഷനായി പോകും, ശുദ്ധമല്ലാതെയായി പോകും. അപ്പൊ പാട്ടിനെ സെപ്പറേറ്റ് ആക്കി വെക്കുക, പഠനത്തെ സെപ്പറേറ്റ് ആക്കി വെക്കുക. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ പാട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, പഠനം അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഓരോ ട്രാക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നർത്ഥം. ഇതൊക്കെ അങ്കിൾ പറയുന്ന സമയത്ത് ഇത് കഴിഞ്ഞു, സംശയം ഉണ്ടാവും വന്നോ എന്നുള്ളത് അല്ലേ. നമുക്ക് റോപ്പ് മാറ്റാം, ഈ റോപ്പ് മാറ്റാം. യെസ്, മിൽക്ക് ഈസ് ദ വാട്ടർ ഈസ് ദ. ഉണ്ടോ? അപ്പോ ഇനി എപ്പോഴും ഓർക്കുക, പഠിക്കുന്ന സമയത്ത് പാടണ്ട, പാടുന്ന സമയത്ത് പഠിക്കണ്ട. പാട്ടും പഠനവും രണ്ടും വേറെ വേറെ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പൊ ഇതതിനുള്ള റോപ്പ് നോക്ക്. റോപ്പായി, മാജിക് റോപ്പായി. മന്ത്രം അറിയാമല്ലോ, എന്താ? മാറുകോ മാറുകോ മാറുകൈ. ഓൾ ദി ബെസ്റ്റ്.